സങ്കടങ്ങളുടെ ആഴങ്ങളിൽ മുങ്ങി ഒരു പിടിവള്ളിയും ലഭിക്കാതെ വിഷമിക്കുകയാണ് നാമെന്ന് കരുതുക. ആരും ഒരു സഹായത്തിനില്ലാതെ നിരാലംബമായ അവസ്ഥയിൽ മനസ്സുരുകിയിരിക്കുകയാണെന്ന് കരുതുക. മുന്നോട്ടു പോകാൻ ഒരു വഴിയും കാണാതെ ഉഴറുകയാണെന്ന് കരുതുക. ഈ ഘട്ടത്തിൽ അമ്മ വന്ന് വാത്സല്യപൂർവം കാരുണ്യപൂർവം നെറുകയിൽ തലോടി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാലുണ്ടാകുന്ന ആശ്വാസം എത്രയോ വലുതായിരിക്കും. അമ്മയിൽ നിന്ന് കിട്ടുന്ന കാരുണ്യവും ആശ്വാസവും മറ്റെവിടെ നിന്നാണ് ലഭിക്കുക? അറിയാതെ ഒന്ന് വീഴാൻ പോകുമ്പോൾ, ക്ലേശകരമായ ജോലികൾ കഴിഞ്ഞ് ഒന്ന് ചാഞ്ഞിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് നടുവ് നിവർക്കുമ്പോൾ അമ്മയെന്നായിരിക്കും അറിയാതെ നാം വിളിച്ചു പോവുക. അത്രമേൽ സഹജവും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറച്ചതുമാണ് മാതൃസന്തതി ബന്ധം. സാക്ഷാൽ ജഗദംബികയുമായുള്ള ബന്ധവും ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആകണം. പലപ്പോഴും നാം അത് തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യാറില്ല എന്നേ ഉള്ളൂ. എത്രയെത്ര സങ്കടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ദേവിയുടെ കാരുണ്യവും അഭയവും സുരക്ഷയും ഒരമ്മയുടെ തലോടൽ പോലെ നമുക്ക് ലഭിക്കും. അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിനുള്ള സുരക്ഷയും ആശ്വാസവും നമുക്ക് ലഭിക്കും. മനമുരുകി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിന് ദേവിയുടെ മന്ത്രവും യന്ത്രവും പൂജകളും മുദ്രകളും ഒന്നും അറിയണമെന്നേയില്ല. ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു കുഞ്ഞമ്മയെ വിളിക്കുന്നത് പോലെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഭക്തന്മാരുടെ നേർക്ക് സദാ ആർദ്രചിത്തയാണ് ദേവി. കരുണയുടെ സാഗരമല്ല, കരുണാസാഗരത്തിൻ്റെയും ഈശ്വരിയാണ് ജഗദംബിക. എപ്പോഴും ആർദ്രചിത്തയാണ് ദേവിയെന്ന് ദേവി മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആരുമില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ, ഒരു വഴി മുന്നിൽ തെളിയുന്നില്ല എന്ന അവസ്ഥ വരുമ്പോൾ നാം പല വഴികളും തിരയാൻ ശ്രമിക്കും. പല വാതിലുകളും മുട്ടും. ചിലത് കൂടുതൽ അപകടങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും നയിക്കാം. കാലം വിപരീതമായിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളും ചിലപ്പോൾ വിപരീത ഫലങ്ങൾ നൽകിയേക്കാം. ഇത്തരം ഘട്ടങ്ങളിൽ ജഗദംബിയെ അഭയം പ്രാപിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥ പോംവഴി. അപ്പോൾ യഥാർത്ഥ ബന്ധുവായി, യഥാർത്ഥ വഴികാട്ടിയായി, യഥാർത്ഥ സുഹൃത്തായി ആരെയെങ്കിലുമൊക്കെ ദേവി നമ്മുടെ അടുത്തേക്ക് അയക്കും. അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് നാം എത്തിച്ചേരാൻ ദേവി അനുഗ്രഹിക്കും. എല്ലാ വഴികളും അടഞ്ഞു പോകുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ഒരു വാതിൽ ദേവി മെല്ലെ മുന്നിൽ തുറന്നു തരും. ആരുമില്ല, ഒരു വഴി മുന്നിൽ തെളിയുന്നില്ല എന്ന അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ദേവിയെ പ്രാർത്ഥിക്കാനുള്ള അതിശ്രേഷ്ഠമായൊരു പ്രാർത്ഥനാ ശ്ലോകം ഇവിടെ പരിചയപ്പെടുത്താം. ദുരിതങ്ങളുടെയും ക്ലേശങ്ങളുടെയും സമയത്ത് നമുക്ക് പലപ്പോഴും ദീർഘമായ പ്രാർത്ഥനകൾക്കും മറ്റും സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനുള്ള മനസ്സുണ്ടാകാറില്ല. അപ്പോൾ നിരന്തരം ജപിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണിത്. പലരും തങ്ങളുടെ പൂജാമുറിയിലും പ്രാർത്ഥനാസ്ഥാനത്തും ജോലി ചെയ്യുന്ന മേശമേലുമൊക്കെ ഈ ദിവ്യ പ്രാർത്ഥന ആലേഖനം ചെയ്ത് വെക്കാറുണ്ട്. എപ്പോഴും അത് കാണുമ്പോൾ മനസ്സിലറിയാത്ത തന്നെ ആ പ്രാർത്ഥന ജപിക്കപ്പെടുകയും ദേവി ഒപ്പമുണ്ട്, വിഷമിക്കേണ്ട എന്ന ബോധം മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉറയ്ക്കുകയും ചെയ്യും. അതോടെ അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ നാം സ്വസ്ഥരാകും. നെറുകയിൽ അമ്മയുടെ തലോടലേൽക്കും പോലെ നാം ആശ്വാസം കൊള്ളും. ഈ പ്രാർത്ഥനാ ശ്ലോകം 21, 41, 108 ദിവസങ്ങൾ തുടർച്ചയായി ജപിക്കണം. ദിവസം കുറഞ്ഞത് 12 മിനിറ്റെങ്കിലും ജപിക്കണം. അങ്ങനെ തുടർച്ചയായി ജപിക്കുമ്പോൾ മാത്രമേ ആ ദേവീഭാവം മനസ്സിൽ ഉറയ്ക്കുകയും ആരുമില്ല എന്ന തോന്നൽ അകന്നു പോവുകയും ചെയ്യൂ. അങ്ങനെ ജപമാർഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ താങ്ങും തണലും വഴികാട്ടിയുമായി ദേവി കൂടെയുണ്ട് എന്ന ബോധം ദൃഢമാകും. സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രാർത്ഥനാ ശ്ലോകം മനസ്സിലും ജപിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഗുരുസ്ത്വം ശിവസ്ത്വം ച ശക്തിസ്ത്വമേവ ത്വമേവാസി മാതാ പിതാ ച ത്വമേവ ത്വമേവാസി വിദ്യാ ത്വമേവാസി ബന്ധു
ഗതിർമേ മതിർദേവി സർവം ത്വമേവ. ഗുരുസ്ത്വം ശിവസ്ത്വം ച ശക്തിസ്ത്വമേവ. ത്വമേവാസി മാതാ പിതാ ച ത്വമേവ. ത്വമേവാസി വിദ്യാ ത്വമേവാസി ബന്ധു. ഗതിർമേ മതിർദേവി സർവം ത്വമേവ. ഗുരുസ്ത്വം ശിവസ്ത്വം ച ശക്തിസ്ത്വമേവ. ത്വമേവാസി മാതാ പിതാ ച ത്വമേവ. ത്വമേവാസി വിദ്യാ ത്വമേവാസി ബന്ധു. ഗതിർമേ മതിർദേവി സർവം ത്വമേവ. അല്ലയോ ദേവി, എന്റെ ഗുരുവും ശിവനും ശക്തിയും മാതാവും പിതാവും വിദ്യയും ബന്ധുവും ഗതിയും ബുദ്ധിയും എല്ലാം നിന്തിരുവടി തന്നെയാകുന്നു. ഇതാണ് ശ്ലോകാർത്ഥം. അതെ, ഈ പ്രാർത്ഥനാ ശ്ലോകം ഭക്തിപൂർവം ശ്രദ്ധാപൂർവം നിരന്തരം ജപിച്ചു മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ ഗുരുവായും ശിവനായും ശക്തിയായും മാതാവായും പിതാവായും വിദ്യയായും ബന്ധുവായും ഗതിയായും ബുദ്ധിയായും ദേവീ സാന്നിധ്യമുണ്ടാകും. അങ്ങനെ സർവസ്വമായി ദേവി മാറും. ജീവിതം ദേവീ ചൈതന്യം നിറഞ്ഞതാവാൻ ഇതിൽ പരം മറ്റെന്താണ് വേണ്ടത്?